ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം. ഇരിമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിച്ചു. ഹല്ലേലൂയ. ഈ വചനം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, വായിച്ച് നമുക്ക് ശക്തിയെ നൽകുന്ന, ആത്മീയകരമായി നിൽക്കുമ്പോൾ നമുക്ക് ആത്മീയ ശക്തിയെ പകരുന്ന ഒരു ദൈവവചനമാണല്ലോ ഇത്, അല്ലേ? ഇവിടെ നമുക്ക് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, നീ എന്നെ എന്ത് ചെയ്യുക, വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യും, ഉത്തരമരുളും. ഹല്ലേലൂയ. നീ അറിയാത്ത മഹത്തായ അഗോചരമുള്ള അല്ലെങ്കിൽ അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ എന്ത് ചെയ്യും, അറിയിക്കും. ഹല്ലേലൂയ. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അതായത് പല പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളോട് എന്ത് ചെയ്യണം, വ്യക്തിപരമായി ഇടപെട്ടിട്ടുള്ളൊരു വചനമാണിതല്ലേ. നീ എന്നെ എന്ത് ചെയ്യുക, വിളിച്ചപേക്ഷിക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ കഷ്ടതയുടെ നടുവിലിരിക്കുമ്പോഴായിരിക്കാം നമ്മൾ ഈ വചനം ഒരുപക്ഷെ കേൾക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് ബലം പ്രാപിക്കുന്നത്, അല്ലേ? സ്തോത്ര. ഇങ്ങനെ പലപ്പോഴും ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടായ ഒരു അനുഭവം, ഹല്ലേലൂയ, ഒരു സാക്ഷ്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതായത് പലപ്പോഴും ഞാൻ കുവൈറ്റിലായിരുന്ന സ്ഥാനത്ത് സ്തോത്രം പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഒരു വചനം ഇടപെട്ട്, ഹല്ലേലൂയ, പല സമയങ്ങളിൽ ഈ ഒരു വചനം, അതായത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്കറിയാത്തതോ ഈ വചനം തന്നെ ഇങ്ങനെ എന്ത് ചെയ്തു, മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുവാനും, ഹല്ലേലൂയ, അത് ഇരുന്ന് വായിക്കുവാനും ദൈവം എന്നെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഫ്രൈഡേ ആണല്ലോ ആരാധനയുള്ളത്. അപ്പോൾ ചില ഫ്രൈഡേകളിൽ എന്ത് ചെയ്യും, ഞാൻ ഉറക്കം അടച്ച്, അതായത് ഒട്ടും ഉറങ്ങാതെ വണ്ണം രാത്രി മുഴുവനും സ്തോത്ര ദൈവസന്നിധിയിലായിരുന്ന ചില നല്ല നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സ്തോത്രം പ്രാർത്ഥിച്ച് കഴിഞ്ഞ്, ഹല്ലേലൂയ, അന്ന് വെളുപ്പിന് 6 മണിക്കാണ് എന്ത് വരുന്നത്, ഞങ്ങൾക്ക് അവിടെ വണ്ടി വരുന്നത്, ചർച്ചിൽ കടന്നു പോവുക. അപ്പോൾ ഞാൻ അന്നൊരു 4 മണിയായപ്പോൾ എൻ്റെ പ്രാർത്ഥന നിർത്തി. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ റെഡിയാകാനുള്ള ഇതിലായിരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇച്ചിരി നേരത്തെ ആയി നിൽക്കാമെന്ന് ഞാൻ ചിന്തിച്ചു, കാരണം 6 മണിക്ക് അവിടെ വണ്ടി വരും, ചർച്ചിൽ കൊണ്ടുപോകാം. സ്തോത്രം. അങ്ങനെ ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, റെഡിയായി. സ്തോത്രം. അപ്പോൾ 5:30 ആയ സമയത്ത് ഞാൻ ജസ്റ്റ് റെഡിയായ കട്ടിലെ ജസ്റ്റ് ഒന്നിങ്ങനെ കടന്നപ്പോൾ സ്തോത്രം, ഞാനിങ്ങനെ സ്തോത്രം ഒരു എൻ്റെ ചെവിയിൽ സ്തോത്രം ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ട്വിൻ സിസ്റ്റർ, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. സ്തോത്രം. ഏകദേശം ഒരു 9 മാസത്തോളം അടുത്ത് വന്ന സമയത്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അവളെക്കുറിച്ച് ഇങ്ങനെ ആദ്യം ഓർമ്മകൾ തന്നു, അതായത് അവളുടെ വിവാഹം, ഇങ്ങനെയെല്ലാം എനിക്ക് ഇങ്ങനെ ഉറക്കമാണ്. സ്തോത്രം. ജസ്റ്റ് ഒന്ന് മയങ്ങിയ സമയത്ത് സ്തോത്രം അവളുടെ വിവാഹം, ഇങ്ങനെയെല്ലാം എനിക്കിങ്ങനെ ഓർമ്മ വന്നിട്ട് പറഞ്ഞു, അവളൊരു മകനെ പ്രസവിക്കും, അവൾക്ക് ഇമ്മാനുവേൽ എന്ന് പേരിടണം. സ്തോത്രം. മറിയയോട് ആ ഒരു വചനം എന്നോട് ദൈവാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അവൾ ഒരു മകനെ പ്രസവിക്കും, ക്ലിയറായിട്ട്. സ്തോത്രം. അവൾക്ക് ആ കുഞ്ഞിനെ ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നിങ്ങനെ സ്തോത്രം ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അന്നേരം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. സ്തോത്രം. വീണ്ടും ആരാധനയ്ക്ക് ഞാൻ 6 മണി കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു, ആരാധനയ്ക്ക് പോകുവാനിടയായിത്തീർന്നു. അന്നേരം അവളെ കാണാൻ അവളും ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. സ്തോത്ര. ആരാധനയ്ക്ക് അന്നേരം അവളോട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ എന്നോട് സംസാരിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മകനെ പ്രസവിക്കും എന്നാണ്. സ്തോത്രം. അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നിങ്ങനെ ദൈവാത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. അന്ന് പാസ്റ്റർ പ്രസംഗിച്ചതും അതേ അധ്യായത്തിൽ നിന്ന്, അതായത് ഈ ഒരു ഭാഗം തന്നെയായിരുന്നു. അന്നേരം ഞാൻ കർത്താവിനൊന്നും കൂടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, അതിനുശേഷം പിറ്റേ ദിവസങ്ങളിൽ സ്തോത്രം ഞാൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വീണ്ടും കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഞാൻ കടന്നുറങ്ങുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നത് നമുക്കത് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. സ്തോത്രം. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് സ്തോത്രം
കറക്റ്റ് ഇരിക്കുന്ന പോലെ. എന്നിട്ട് എന്നോട് പറയുകയാണ് ആമേ സ്തോത്ര, അവൾ ബലമുത്തിനെ കുറിച്ച്, അതായത് എൻ്റെ ട്വിൻ സിസ്റ്ററിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും. അവളൊരു ബലഹീന പാത്രമാവുന്നു, അവളെ നീ ചേർത്ത് പിടിക്കണം, അവൾ ബലഹീനമാണ്, അവളെ നീ എന്നെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ഇത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, അവളെന്താ അങ്ങനെയൊക്കെ, അവളെന്ത് ബലഹീനത നമുക്കറിയില്ലല്ലോ. ആമേ സ്തോത്ര, ഹല്ലേലൂയ. എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയാൻ കഴിയുകയില്ല. ആമേ സ്തോത്ര. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു. എന്താണ്, അവളെ നീ ചേർത്ത് പിടിക്കണം, അവളെ സഹായിക്കണം, അല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യണം, ചേർത്ത് പിടിക്കണം, അവൾ ബലഹീന, ഇത് തന്നെ ഇങ്ങനെ വരുവാനിടയായിത്തീർന്നു. ആമേ സ്തോത്ര. ഞാനിത് ഇവളോട് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞാൻ ഇവളോട് ഇങ്ങനെ പറഞ്ഞു. ആമേ സ്തോത്ര. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ബലഹീന പാത്രമാണ്, അതെന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ടുകൾ നിൽക്കുമല്ലോ. ആമേ സ്തോത്ര. ഇങ്ങനെ നിൽക്കുവാനിടയായി തീർന്നു. ആമേ സ്തോത്ര. അത് കഴിഞ്ഞ ശേഷം അവൾ ഡെലിവറി ആകുവാനിടയായി തീർന്നു. ഒത്തിരി പ്രയാസത്തിലൂടെ അവൾ കടന്നു പോകാനിടയായി തീർന്നു. ആമേ സ്തോത്ര. കുഞ്ഞു വരാതെ ഒത്തിരി പെയിൻ അവൾ അനുഭവിക്കുവാൻ ഒത്തിരി സമയമായി. ആമേ സ്തോത്ര. ഡെലിവറി പെയിനുണ്ട്, പക്ഷേ കുഞ്ഞ് എന്ത് ചെയ്താൽ വരാത്തൊരവസ്ഥ, ഹല്ലേലൂയ, പ്രസവിക്കാത്തൊരവസ്ഥ അവളുടെ ജീവിതത്തിൽ വരുവാനിടയായി. അങ്ങനെ ഞാനും ആ സമയം ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ അടുക്കലേക്ക് പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവളെ കുറേ ബലപ്പെടുത്തുവാൻ, വളരെയധികം വേദന അവൾ അനുഭവിക്കുവാനിടയായി തീർന്നു. അവളെ ബലപ്പെടുത്തുവാനും എന്നിട്ട് അവളെ എന്ത് ചെയ്തു, സമയമായപ്പോഴേക്കും ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയം രാത്രി അവളെ അങ്ങോട്ടേക്കാക്കി. ആമേ സ്തോത്രം. അന്ന് രാത്രിയിലും ഈ ഒരു വചനം, അവൾ ഒരു മകനെ പ്രസവിക്കും, ഈ ഒരു വേർഡ് മാത്രം ഇങ്ങനെ മനസ്സിലേക്ക് വീണ്ടും പ്രസവിക്കും എന്നൊരു വേർഡ് തന്നെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ആമേ സ്തോത്ര, ഹല്ലേലൂയ. എന്ത് ചെയ്താൽ ഇവർക്ക് ഡെലിവറി ആവുന്നില്ല, ഹല്ലേലൂയ. അപ്പോൾ മാനുഷികമായി നമ്മൾ എന്ത് ചെയ്യും, ചിന്തിച്ചു പോകും, എന്ത് ചെയ്യാം, ഓപ്പറേഷൻ എടുത്താൽ പോരെ എന്ന് തോന്നും അല്ലേ, എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഞാനും എന്ത് ചിന്തിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് ഇടപെട്ടത് എന്താ, ദൈവാത്മാവ് എന്താ സംസാരിച്ചത്, അവൻ ഒരു മകനെ പ്രസവിക്കും. അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമുക്കൊരാലോചന തന്നെങ്കിൽ, ദൈവമാണെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകില്ല അല്ലേ. അപ്പോൾ ആ വേർഡ് തന്നെ വീണ്ടും എനിക്ക് ആ രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. ആമേ സ്തോത്രം. അപ്പം അതുപോലെ ഉള്ളൊരു ശോധനയിലൂടെ അവൾ കടന്നു പോകാനിടയായി തീർന്നു. ആമേ സ്തോത്ര. അവരെന്തോ വീണ്ടും അതായത് പ്രസവം തന്നെയായിരുന്നു എങ്കിൽ വീണ്ടും പ്രസവത്തിനോടനുബന്ധിച്ച് അതിന് ശേഷം വളരെയധികം ബ്ലീഡിങ് ഉണ്ടാകുവാനിടയായി തീർന്നു. അവൾ അനവധി ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനും അവിടെ HBയുടെ ലെവൽ കുറയുവാനും അങ്ങനെ പല പ്രയാസങ്ങളിലൂടെ അവൾ കടന്നു പോകുവാനിടയായി തീർന്നു. ആമേ സ്തോത്ര. ആ സമയമെല്ലാം ദൈവം അന്ന് സംസാരിച്ചതല്ലേ, അവളെ എന്ത് ചെയ്യണം, അവളെ താങ്ങണം, അല്ലെങ്കിൽ അവൾക്ക് ഒരു ബലഹീന അവസ്ഥ വരികയാണ്, അവളെ എന്ത് ചെയ്യണം, ബലം കൊടുക്കണം, അവൾക്ക് ബലം പകരണം, അവിടെ കൂടെ നിൽക്കുവാനും അവളെ ശുശ്രൂഷിപ്പാനും ദൈവം എനിക്ക് എന്ത് ചെയ്തു, കൃപ നൽകുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താ സംഭവിക്കുന്നത്, പലപ്പോഴും നമുക്കറിയില്ല അല്ലേ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലും അത് തന്നെയാണ് പറഞ്ഞത്, നീ എന്നോ വിളിച്ചപേക്ഷിക്കുക. അപ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവത്തെ എന്ത് ചെയ്യുക, നാം എന്ത് ചെയ്യുക, വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. അപ്പം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, കർത്താവ് അറിയാത്തതും, അതായത് നമുക്കിതുവരെ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കും എന്നറിയാത്ത ചിലതുണ്ട്, ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട്. അതിനെ ദൈവാത്മാവ് നമുക്ക് എന്ത് ചെയ്യും, വെളിപ്പെടുത്തി തരും. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും, ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെ നമ്മളെ എന്ത് ചെയ്യും, വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവാത്മാവാണ് അല്ലേ, പരിശുദ്ധാത്മാവ്. അതാണ് ഈ വചനത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മുടെ ആത്മീയകരമായി മറിഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തികൾ, ഇതിനെല്ലാം ദൈവം നമുക്ക് ആമേ സ്തോത്രം വെളിപ്പെടുത്തി തരും. പക്ഷെ മറ്റൊന്നും എന്താണ്, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണത്. നാം വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അറിയാത്തതും അത് ഏറ്റവും മഹത്വകരമായതുമായിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ സിസ്റ്ററിന് എന്ത് ചെയ്തു, വളരെ ഭാരത്തോടുകൂടിയാണ് അവൾ ആ സിറ്റുവേഷൻ അവളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചത്. ഹല്ലേലൂയ. വളരെ പ്രയാസത്തിലൂടെ, ഹല്ലേലൂയ, ഒരുപാട് വേദനകൾ അവൾ എന്ത് ചെയ്തു, അനുഭവിച്ചു. പലരും പറഞ്ഞു എന്ത് ഓപ്പറേഷൻ ചെയ്യും, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്, അവൾ പ്രസവിക്കുമെന്ന് തന്നെയായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ ദൈവം അവൾക്ക് എന്ത് ചെയ്തു, കൊടുക്കുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്ര.
അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പൽക്കാലം അതാണ് നമ്മുടെ ദൈവസന്നിധി നമ്മൾ മുട്ടുമുടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാത്ത മറഞ്ഞിരിക്കുന്ന പലതുമുണ്ട്. ഇതിനെ ദൈവാത്മാവ് നമുക്ക് എന്ത് ചെയ്യും? വെളിപ്പെടുത്തി തരും. അത് മഹത്വീകരിക്കപ്പെട്ടതൊന്നായിരിക്കും, ഏറ്റവും മഹത്വകരമായതൊന്നായിരിക്കും. അതാണ് നീ അറിയാത്തത്, മഹത്തായ അഗോചരമുള്ള കാര്യങ്ങളെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? അറിയിച്ചു തരും. ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധി ഇരിക്കേണ്ടതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ദൈവം നമ്മളെ എന്ത് ചെയ്യും? അറിയിക്കേണ്ടത് അറിയിച്ചു തരും. മറിഞ്ഞിരിക്കുന്നവ നമ്മളൊക്കെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതെൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ദൈവം അതായത് പിന്നീടാണ് ഞാൻ ഇരുന്ന് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുവാണ്. ദൈവം അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്ത സമയത്താണ് ഞാനിങ്ങനെ അവളോട് അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ല ദൈവം നിന്നെ ബലപ്പെടുത്തണം. അപ്പോൾ നമുക്കും അത് മനസ്സിലാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് നമുക്കറിയാത്ത കാര്യങ്ങളാണ് അല്ലേ? നമുക്കറിയാത്തതും അതാണ് ദൈവം മുൻപേ നമുക്ക് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി തരുന്നത്. വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഓർത്ത് ദൈവത്തെ എന്ത് ചെയ്യുക? നന്ദി പറയുക. ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി, അവൻ്റെ ആ മഹത്വകരമായ പ്രവൃത്തിയെ ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. വീണ്ടും നമ്മളതിങ്ങനെ ഓർത്ത് വരുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇപ്പോൾ ദൈവം മുൻപേ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വിഷയം ഉള്ളതായി കണ്ടോ ആമേ, അതിനെന്നെ അവിടെ എന്ത് ചെയ്തു? ബലപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രാർത്ഥനയിലൂടെ ആണേലും പല രീതിയിലും അവിടെ എന്ത് ചെയ്തു? അവിടെ കൂടെ നിൽക്കുവാനും ആമേ ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഞങ്ങളെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. ഹല്ലേലൂയ. അവളെ ആ കഷ്ടതയിലൂടെ ദൈവം ഇട്ടെങ്കിൽ അതിൽ നിന്ന് അവളെ വിജയകരമായി പുറത്തു കൊണ്ടുവരുവാനും ദൈവം എന്ത് ചെയ്തു? അവിടുന്ന് സഹായിക്കുവാൻ ഇടയായി തീർന്നു. ആമേ, സ്തോത്ര. അതുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന ദൈവവുമായി ആമേ, സ്തോത്ര, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു ഇടപാട് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഹല്ലേലൂയ കർത്താവ് എന്നോട് സംസാരിച്ചൊരു ദൈവവചനമാണിത്. പലപ്പോഴും ഇടപെടാറുള്ളൊരു വചനമായിരുന്നു ഇതിനു മുമ്പ്. ഹല്ലേലൂയ. നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ആമേ, സ്തോത്ര, നീ അറിയാത്തതോ അഗോചരമുള്ള കാര്യങ്ങൾ അറിയിച്ചു തരുമെന്ന് ദൈവവചനം നമ്മൾ വെറുതെ അത് വായിച്ചു പോകാതെ വണ്ണം കർത്താവ് ഈ ഒരു വചനത്തിലൂടെ എന്നെ എന്ത് ചെയ്യണം? അങ്ങൊന്ന് പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേ, സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ നീ അറിയാത്തത്, നീ മറഞ്ഞിരിക്കുന്നതുമായ വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവസന്നിധി നീ മുട്ടുമടക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ദൈവം നിന്നോട് സംസാരിക്കുവാനിടയായി തീരും. ദൈവം നമ്മളോട് ഇടപെടുവാനിടയായി തീരും. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അവൻ എന്ത് ചെയ്യും? മുൻകൂട്ടി അറിയിക്കുക തന്നെ ചെയ്യും. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.